എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിശ്വസിക്കുന്ന മതനിയമങ്ങൾക്ക് ശരിക്കും ഒരു ഉറച്ച അടിത്തറയുണ്ടോ? അതോ നമ്മളീ കാണുന്നതൊക്കെ അത്ര ഉറപ്പില്ലാത്ത തൂണുകളിലാണോ പണിതിരിക്കുന്നത്? ശരി, നമുക്ക് നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ വെച്ച് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ ഏതൊരു വിശ്വാസമെടുത്താലും അതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് അതിലെ നിയമങ്ങളാണല്ലോ, അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ നിയമങ്ങളൊക്കെ ശരിക്കും എവിടെ നിന്നാ വരുന്നത്? എല്ലാം ദൈവികം തന്നെയാണോ? അതോ മനുഷ്യന്മാരുടെ കൈകടത്തലുകൾ ഇതിലെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോ ഇസ്ലാമിക നിയമത്തെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് അത് പ്രധാനമായും 4 തൂണുകളിലാണ് നിലനിൽക്കുന്നതെന്നാണ്. ഒന്നാമത്തേത് ഖുർആൻ, അതായത് ദൈവിക ഗ്രന്ഥം. രണ്ടാമത് ഹദീസ്, പ്രവാചകന്റെയും ഇമാമുകളുടെയും വാക്കുകൾ. പിന്നെ വരുന്നത് ഇജ്മ, അതായത് പണ്ഡിതന്മാരുടെയെല്ലാം ഒരേ അഭിപ്രായം. നാലാമത്തേത് അക്കൽ, നമ്മുടെ യുക്തിയും ന്യായവും. ഈ ഒരു ചട്ടക്കൂട് വെച്ചിട്ടാണ് അവര് മതപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. നോക്കൂ, ആദ്യത്തെ 2 തൂണുകൾ, അതായത് ഖുർആനും ഹദീസും, അത് ദൈവീക വെളിപാടുകളുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. പക്ഷേ ഇജ്മയും അക്ലും അങ്ങനെയല്ല. അത് പൂർണ്ണമായും മനുഷ്യന്റെ വ്യാഖ്യാനങ്ങളെയും അവന്റെ യുക്തിയെയുമൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ പറയുന്നത് ഇവിടെയാണ് അടിത്തറയ്ക്കൊരു ഇളക്കം തട്ടുന്നത് എന്നാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഹദീസുകളിലേക്ക് പോകും, അല്ലേ? അതായത് പ്രവാചകന്റെ വാക്കുകളിലേക്ക്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണിവ. ഇന്നത്തെ കാലത്ത് ഒരു പണ്ഡിതന് ഇതെങ്ങനെയാണ് ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത്? അതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. 12ാമത്തെ ഇമാം ആളുകളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞതിനു ശേഷമുള്ള ഒരു സമയം. ആ ഒരു കാലഘട്ടത്തെയാണ് രൂപീകരണ വർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ ഹദീസുകളെയൊക്കെ തരംതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ഒരു സമയത്ത് പ്രവാചകനിൽ നിന്നും ഇമാമുകളിൽ നിന്നും വന്നതാണെന്ന് പറഞ്ഞ് ഏകദേശം 400ഓളം ഹദീസ് ഗ്രന്ഥങ്ങളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. ശരിക്കും ഒരു വലിയ ശേഖരം തന്നെ. അപ്പോ ഈ 400 ഗ്രന്ഥങ്ങളിൽ നിന്ന് അന്നത്തെ പണ്ഡിതന്മാർ അവരുടെ സ്വന്തം മാനദണ്ഡങ്ങളെ വെച്ച് ഫിൽട്ടർ ചെയ്തിട്ട് വെറും 4 പുസ്തകങ്ങളെ മാത്രമാണ് ആധികാരിക എന്ന് പറഞ്ഞത്. 100 കണക്കിന് പുസ്തകങ്ങളാണ് അങ്ങനെ വെറും 4 ചുരുങ്ങിപ്പോയത്. എന്തൊരു വലിയൊരു മാറ്റം, അല്ലേ? ഇത്രയും വലിയൊരു ഫിൽട്ടറിംഗ് പ്രോസസ്സ് നടത്താൻ അവരൊരു പ്രത്യേക രീതിയാണ് ഉപയോഗിച്ചത്. അതിനെയാണ് ഇൽം അൽ റിജാൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ പുരുഷന്മാരുടെ ശാസ്ത്രം. അതായത് ഒരു ഹദീസ് നമ്മളിലേക്ക് എത്തിയത് പല ആളുകളിലൂടെയാണല്ലോ. അപ്പോ ആ ഓരോ ആളുകളും എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരുന്നു എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയാണിത്. പക്ഷേ നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഇൽമ അൽ റിജാൽ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത ഒരു അറിവല്ല, മറിച്ച് ഇമാമുകൾ ആരും പഠിപ്പിക്കാത്ത, പിന്നീട് പണ്ഡിതന്മാർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനിർമ്മിത ശാസ്ത്രം മാത്രമാണിത്. ശരി, ഈ സിസ്റ്റത്തിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇത് വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടം ആളുകൾ ഒരു വ്യക്തിയെ കൊല്ലുമെന്നും ആ കൊല്ലുന്ന ആളുകൾ അദ്ദേഹത്തെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നതെന്നുമാണ്. അപ്പോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ദുഹൈം എന്നൊരാളുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഇദ്ദേഹം വലിയ ആളാണ്. ന്യായാധിപൻ, ഇമാം എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ ദുഹൈം തന്നെ ഈ ഹദീസിന്റെ അർത്ഥം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രവാചകന്റെ കുടുംബത്തോട് വെറുപ്പുള്ള ആളായിരുന്നു എന്നും രേഖകളുണ്ട്. കണ്ടില്ലേ ഇവിടെ ഒരു വൈരുദ്ധ്യം വരുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, മതനിയമങ്ങൾ ഉറപ്പിക്കാൻ നമ്മൾ ആശ്രയിക്കുന്ന ആളുകൾ തന്നെ സംശയത്തിന്റെ നിഴലിലാണെങ്കിൽ പിന്നെ ആ നിയമങ്ങളുടെ അടിത്തറയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ ഈ മനുഷ്യനുണ്ടാക്കിയ ശാസ്ത്രത്തിനു പകരം ഖുർആൻ തന്നെ എന്തെങ്കിലും വഴി പറയുന്നുണ്ടോ? നമുക്ക് ഈ ഒരു ആയത്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് ഫാസിഖ് എന്നതാണ്. അതായത് ധാർമ്മികമായി അത്ര ശരിയല്ലാത്ത ഒരാൾ. ഖുർആൻ പറയുന്നതെന്താണ്? അങ്ങനെയുള്ളൊരാൾ ഒരു വാർത്തയുമായി വന്നാൽ അത് കേട്ടപാടെ തള്ളിക്കളയരുത്, പകരം അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നാണ്. തള്ളിക്കളയണമെന്നല്ല, അന്വേഷിക്കണം. ഇതുമാത്രമല്ല, ഇമാമുകൾ തന്നെ ഇതിനെപ്പറ്റി ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി, അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് ശരിയായില്ല എന്ന് കരുതി ഒരു ഹദീസും തള്ളിക്കളയരുത്. കാരണം അതിൽ സത്യത്തിന്റെ ഒരു അംശമുണ്ടാകാമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഒന്നും നിഷേധിക്കരുത് എന്നായിരുന്നു അവരുടെ നിലപാട്.
നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ ഒരു രീതി, അതായത് ഒരു പണ്ഡിതവർഗം വന്ന് മതഗ്രന്ഥങ്ങളുടെ ആധികാരികത തീരുമാനിക്കുന്നത് ഇത് മറ്റു മതങ്ങളിലും സംഭവിച്ച കാര്യമാണ്. പ്രവാചകൻ തന്നെ ഇതിനെപ്പറ്റി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോ ശരിക്കും നമ്മുടെ മുന്നിൽ രണ്ട് തരം മതമാതൃകകളാണുള്ളത്. ഒന്ന്, തെറ്റുപറ്റാൻ സാധ്യതയുള്ള സാധാരണ മനുഷ്യർ പുസ്തകങ്ങൾ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയെടുത്ത മതം. രണ്ട്, എപ്പോഴും ജീവിച്ചിരിക്കുന്ന തെറ്റുപറ്റാത്ത ഒരു ദൈവീക വഴികാട്ടിയിലുള്ള മതം. ഇതിൽ ഏതാണ് ശരി? അപ്പോ സോഴ്സ് മെറ്റീരിയൽ മുന്നോട്ട് വെക്കുന്ന പരിഹാരം ഇതാണ്. മതം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ കാവലിരിക്കുന്ന ഒരു പഴയ ലൈബ്രറിയല്ല, അത് അങ്ങനെ ഒരു കെട്ടിക്കിടക്കുന്ന ഒന്നല്ല. മറിച്ച് അത് ജീവനുള്ള ഒന്നാണ്, കാലത്തിനനുസരിച്ച് നമ്മളോടൊപ്പം വളരുന്ന ഒരു യാഥാർത്ഥ്യം. ഈയൊരു ആശയം വളരെ ലളിതമായി പറയുന്ന ഒരു വാചകമുണ്ട്: മതം ഒരു മനുഷ്യനാണ്. അതായത് ഭൂമിയിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി, ഒരു മനുഷ്യൻ ഉള്ളിടത്തോളം കാലം മതം എപ്പോഴും ജീവനുള്ളതായിരിക്കും. ഇത് നമ്മളെ അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരു യഥാർത്ഥ മതത്തിന് എപ്പോഴും ജീവനുള്ള തെറ്റുപറ്റാത്തൊരു വഴികാട്ടി വേണമെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആ വഴികാട്ടി ആരാണ്?